അങ്ങ് ദൂരെ ഒരു നാട്ടിൽ തീരെ മഴ പെയ്യുന്നില്ലായിരുന്നു. ആ നാട് കൊടിയ വരൾച്ചയിൽ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ആ നാട്ടുകാരൊക്കെ കൂടി ഒരുമിച്ച് കൂടി തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ആ നാട്ടിൽ ഏറ്റവും മഹാനായ ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് ആവലാതി പറയുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട്, ആ മഹാനായ പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് ആവലാതി പറയുകയാണ്. അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഈ നാട്ടുകാരോട് പറഞ്ഞു, എല്ലാവരും വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന്. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി എല്ലാവരും കൂടി പ്രാർത്ഥിച്ച ശേഷം എല്ലാവരും ദേവാലയം വിട്ടിറങ്ങുമ്പം ഒരു കുട്ടി മാത്രമുണ്ട് കുടയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആ മഹാനായ മനുഷ്യൻ ആ നാട്ടുകാരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ഈ നാട്ടിൽ നിങ്ങളൊക്കെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു എന്ന് കരുതിയിട്ട് മഴ പെയ്യില്ല എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആ മഹാൻ പറഞ്ഞൊരു കാര്യമുണ്ട്: എല്ലാവർക്കും മഴ വേണം, പക്ഷേ ഇത്രയും മനുഷ്യരുള്ള ഈ കൂട്ടത്തിൽ ഈ കുട്ടി മാത്രമാണ് കുടയെടുത്തിട്ട് വന്നിട്ടുള്ളത്. ആ കുട്ടിക്ക് മാത്രമാണ് മഴ പെയ്യും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ന വിശ്വാസമുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഏത് കാര്യങ്ങളിലും ആദ്യം വിശ്വാസം ഉണ്ടാവേണ്ടത് നമുക്കുള്ളിലാണ് എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും മുഴുവൻ ഇരുട്ട് പടർന്നിരിക്കുമ്പോഴും മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൻ്റെ അത്രയെങ്കിലും വിശ്വാസം നമുക്കുള്ളിൽ ആദ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ വിശ്വാസത്തെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ഡെഫിനിഷൻ കണ്ടു. അതിങ്ങനെയാണ്: കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം ഇരുട്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് വെളിച്ചം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് വിശ്വാസം എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.